മോർണിംഗ്, നമസ്തേ. നമുക്കിന്ന് വൃക്ഷങ്ങളുമായിട്ടുള്ള പ്രാണശക്തിയെ കുറിച്ച് സംസാരിക്കാം. വൃക്ഷങ്ങൾ ജീവനുള്ള വൃക്ഷലതാദികളൊക്കെ ധാരാളം ഊർജം സ്വീകരിക്കുന്നവരാണ്. ഹൈന്ദവ കൺസെപ്റ്റുകളിലെ വൃക്ഷങ്ങളൊക്കെ ദേവതകളും ദേവന്മാരൊക്കെ ആയിട്ടാണ്, മൃഗങ്ങളെയൊക്കെ അങ്ങനെ ആരാധിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു കാരണവുമുണ്ട്. കാരണം ഈ പ്രകൃതി തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത് എന്ന ശാസ്ത്രം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. വൃക്ഷത്തെ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വൃക്ഷത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തിനടുത്തുള്ള ഒരു വൃക്ഷത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രാണശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വളരെ ലളിതമായ പരിശീലനമാണ്. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ വളരെ മെൻ്റലി എക്സോസ്റ്റഡ് ആവുക, ഇമോഷണലി എക്സോസ്റ്റഡ് ആവുക, അതുമാതിരി മെൻ്റലി എക്സോസ്റ്റഡ് ആവുക, അതായത് ഊർജ്ജമില്ലാതിരിക്കുക, മാനസികമായിട്ട് വളരെ ഒരു അസ്വസ്ഥമുണ്ടായിരിക്കുക, ശാരീരികമായിട്ട് ഒരു സൗഖ്യമില്ല, അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ് തോന്നുക. അതുപോലെ തന്നെ നമ്മൾക്ക് മെൻ്റലി ചില കാര്യങ്ങളൊന്ന് ആലോചിച്ചിട്ട് നമുക്കതിൻ്റെ ഉത്തരം കിട്ടാണ്ട് വരിക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്കൊരു വൃക്ഷത്തെ സമീപിക്കാവുന്നതാണ്. വൃക്ഷം ധാരാളം പ്രാണൻ സംഭരിച്ചു വെച്ചിരിക്കുന്നതാണ്, സംഭരിച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് അതിൻ്റെ ബ്രാഞ്ചുകളിൽ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ചാരി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഹഗ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് വളരെ ലളിതമായിട്ട് വൃക്ഷത്തോട് പറയാം, ഹേ വൃക്ഷമേ, നിന്നിൽ കൂടെ കടന്നു വരുന്ന അമിതമായി നിൽക്കുന്ന ഊർജത്തെ എന്നിലേക്ക് പകർന്നു തന്ന് എൻ്റെ ഈ ആശയത്തിന്, എൻ്റെ ഉത്തരം കിട്ടാത്ത ഈ ആശയത്തിന്, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത കാര്യത്തിന് ഒരു ഉത്തരം എനിക്ക് പറഞ്ഞു തരിക. അല്ലെങ്കിൽ ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് ശാരീരികമായിട്ട് തളർച്ച തോന്നുന്നു, എനിക്ക് ശക്തി പകർന്നു തരണം. അതുപോലെ തന്നെ പറയാം, ഞാൻ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയാണ്, എനിക്ക് വൈകാരിക തലത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഐ ആം ഡിപ്രസ്ഡ് വിത്ത് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലോവർ ഇമോഷൻസ്. സോ എന്നെ ഒന്ന് സഹായിക്കണേ. ഇത് ഭാഷയും വൃക്ഷത്തിന് മനസ്സിലാവും. അതിന് പ്രത്യേകിച്ച് ഭാഷയില്ല, നമ്മുടെ ഉള്ളിലുള്ള തോട്ട് ഫോംസാണ്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പറച്ചിലുകളും ഒക്കെ അതിന് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ അതിന് ഒന്ന് ഹഗ് ചെയ്യുക. ഒറ്റപ്പെടുന്ന നേരങ്ങളിൽ നമുക്ക് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഡിഫറെൻറ്റ് സോൾസാണ്. എല്ലാവരും അവരുടെ തിരക്കുകളിലാണ്. അത് കാരണം നമ്മൾ പ്രതീക്ഷകളെപ്പോഴും പലപ്പോഴും അസ്ഥാനത്തായി പോകുമ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും, ഡിപ്രഷൻ വരും, വിഷമം വരും ആസ് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മറികടക്കാൻ വൃക്ഷത്തിനോട് ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് മാനസിക തലത്തിലോ വൈകാരിക തലത്തിലോ ശാരീരിക തലത്തിലോ ഇനി സ്പിരിച്വൽ ലെവലിലോ ഒക്കെ ആയാലും നമുക്ക് വൃക്ഷത്തോട് പറയാം, എനിക്ക് ധാരാളം ഊർജത്തിൻ്റെ കുറവുണ്ട്, പ്ലീസ് മേക്ക് ഇറ്റ് മോർ. എനിക്ക് ഒരു കാര്യം സങ്കല്പിക്കുക, വൃക്ഷത്തിൽ കൂടെ ശക്തിയായിട്ടുള്ള ഒരു പ്രകാശം കടന്നു വരുന്നത് സങ്കല്പിക്കുക. പ്രകാശം അതിൻ്റെ മുകളിൽ കൂടെ അത് സ്വീകരിക്കുന്നതായിട്ട്, മുകളിൽ നിന്ന് ധാരാളം വെളിച്ചം കടന്നു വന്ന ആ വൃക്ഷത്തിൽ കൂടെ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് അത് ആവാഹിക്കുന്നതും കടന്നു വരുന്നതും നമ്മുടെ ഉള്ളിലുള്ള മനോവിഷമങ്ങളെയും ശാരീരിക വിഷമങ്ങളെയും വൈകാരികമായ തലത്തിലുള്ള വിഷമങ്ങളെയും ഉത്തരം കിട്ടാത്ത സബ്ജക്റ്റുകൾക്ക് വേണ്ട തെളിച്ചം കിട്ടുന്നതിനും ഒക്കെ നമുക്ക് ആ വെളിച്ചം പകർന്നു തന്ന് നമുക്ക് വേണ്ട ഉത്തരം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ശക്തി, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കറേജ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്താണോ നമുക്ക് വേണ്ടത് ആ നേരത്തെ ആവശ്യമുള്ളത്, അത് നമ്മൾ വൃക്ഷത്തിനോട് പറഞ്ഞുകൊണ്ട് വൃക്ഷത്തിൽ കൂടെ കടന്നു വരുന്ന ആ ലൈറ്റ് നമ്മൾ സ്വീകരിച്ച് ആ ലൈറ്റ് സ്വീകരിക്കുക. അതോടുകൂടി നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഹെയിൽ ചെയ്യണം. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്വാസത്തെ മുകളിൽ സാവധാനം ശ്വാസത്തെ എടുക്കുക. ലങ്സ് ബ്രീത്തിങ് അല്ല വേണ്ടത്, അബ്ഡോമിനൽ ബ്രീത്താണ്. ഇൻഹെയിൽ ആ വെളിച്ചത്തെ എങ്ങനെ ബ്രീത്തിൽ കൂടെ എങ്ങനെ എടുക്കുക, ശരീരം മുഴുവൻ വെട്ടിത്തിളങ്ങാതായിട്ട് സങ്കല്പിക്കുക.
എന്നിട്ട് ശരീരത്തിൽ അപ്പോൾ ഉള്ള അഴുക്കുകൾ, വിഷമങ്ങൾ, വിദ്വേഷങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ ടയർഡ്നെസ് എനർജി ഒരു ഗ്രേയിഷ് കളറിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും കംപ്ലീറ്റായി വൃക്ഷത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതും എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് വൃക്ഷം അത് താഴേക്ക് തള്ളി വേരുകളിൽ കൂടെ അത് ഭൂമിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഭൂമിയിലുള്ള ഉപ്പുപാടങ്ങളിലേക്ക് അത് പകർന്നു പോകുന്നു. ഉപ്പിലേക്ക് അത് വിടാൻ നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഉപ്പിന് ചീത്തകളെ നശിപ്പിക്കാനുള്ള, ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള, വിഘടിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ പോകുന്തോറും അത് ഒരുപാട് ക്രിസ്റ്റലുകളൊക്കെ ഉണ്ട്, കുറേ താഴേക്ക് പോകുന്നു. അപ്പോൾ അവിടേക്ക് അത് ഡിസൻറ്റിഗ്രേഷൻ നടക്കുന്ന, ചീത്തകളെ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഏത് പാർട്ടിലേക്കാണോ അവിടേക്ക് അത് പോകട്ടെ, അതിന് ശക്തിയുള്ള ഭാഗത്തേക്ക് അത് പോകട്ടെ എന്നുകൂടെ നമ്മൾ നിർദ്ദേശം കൊടുക്കണം വൃക്ഷത്തിനോട്. അപ്പോൾ നമ്മൾ ഇൻഹെയിൽ ഡിവൈൻ ലൈറ്റ് ഫ്രം ത്രൂ ദ ട്രീ ആൻഡ് എക്സ്ഹെയിൽ പ്രൊജക്റ്റ് ത്രൂ ദ റൂട്ട്സ് ഓഫ് ദ ട്രീ. ആൻഡ് പറയുക, മനസ്സിൽ പറയുക, ഹേ വൃക്ഷമേ, ഇത് താഴേക്ക് 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 പകർന്നു കൊടുക്കണേ, താഴേക്ക് പോയി അത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യണേ, ആ ചീത്ത ഊർജ്ജങ്ങൾക്ക് നല്ല ഊർജ്ജങ്ങളായിട്ട് മാറാനായിട്ട്, ഒരു പരിണാമം ഉണ്ടാവാനായിട്ട് സഹായിക്കണേ എന്ന് പറയണം. അപ്പോൾ അത് ഇൻഹെയിൽ നല്ല ഊർജ്ജത്തെ സ്വീകരിക്കുക. എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ഈ മലിനമായ ഊർജ്ജങ്ങളെ, ഏത് തരത്തിലുള്ള പ്രശ്നമാണോ നമുക്കുള്ളത് അതിനെ ഒരു ഗ്രേയിഷ് നിറമായിട്ട് സങ്കല്പിച്ച് അത് വൃക്ഷം സ്വീകരിച്ച് വൃക്ഷം അത് വേരുകളിൽ കൂടെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതും അത് താഴെ തലങ്ങളിലുള്ള ചീത്തകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഉപ്പുപാടങ്ങളോ ക്രിസ്റ്റലുകളോ നിലനിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് അത് പോയി അത് ഡിസൻറ്റിഗ്രേറ്റ് ആവുന്നത് സങ്കല്പിക്കുക. എന്നിട്ടൊരു താങ്ക്സ് പറയുക വൃക്ഷത്തിനോട്. വൃക്ഷമേ, താങ്ക്സ്, നന്ദി, എന്നെ സഹായിച്ച്, എന്നെ സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരൊക്കെ അനുഗ്രഹം കൊണ്ട് എന്നിൽ ധാരാളം ഊർജം വന്നിരിക്കുന്നു, എനിക്ക് എൻ്റെ മനസ്സിനൊരു തെളിച്ചം കിട്ടിയിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങൾ മാറിയിരിക്കുന്നു. അത് നമ്മൾ അനുഭവിച്ചറിയുക. നമ്മുടെ ശരീരം ഒരു ഭാരം നല്ലപോലെ കുറഞ്ഞതായിട്ടും ശരീരത്തിന് ഒരു ശക്തി വരുന്നതായിട്ടും നമുക്ക് ഒരു കറേജ് വന്നതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീല് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് പോരുന്ന നേരത്ത് ഒന്നും കൂടെ നന്ദി പറയുക, ദൈവത്തിനോട് നന്ദി പറയുക, അതുപോലെ ഗുരുക്കന്മാരോട് നന്ദി പറയുക, എസ്പെഷ്യലി വൃക്ഷത്തിനോട് നന്ദി പറയുക. അതിനോട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാളായിട്ട് അതിനോട് ബിഹേവ് ചെയ്ത് നോക്കുക. ആ വൃക്ഷം അതുപോലെ തന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യും. നമുക്ക് മാറി മാറി ചെയ്യാം. വേറെയും എന്നും ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്യണമെന്നില്ല, നമുക്ക് മാറി മാറി ചെയ്യാം. എനർജി സ്വീകരിക്കുമ്പോൾ, വൃക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതിന് ഡിപ്ലീഷൻ വരാത്ത രീതിയിൽ ചെയ്യണം. അതിൽ കൂടെ കടന്നു വരുന്ന ശക്തിമത്തായ ഊർജപ്രവാഹത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലാതെ അതിന് ആവശ്യമുള്ള ഊർജത്തെയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് പലപ്പോഴും സംശയം തോന്നാം. പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ജീവിതം അങ്ങനെയാണല്ലോ, നമ്മൾ പരീക്ഷണങ്ങളെ കൂടെ തന്നെയാണ് പലതും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തു നോക്കുക. നിങ്ങൾക്കിത് ഗുണപരമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ജീവിതത്തെ വളരെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള അനുഗ്രഹം സർവേശ്വരനിൽ നിന്ന് ലഭ്യമാകട്ടെ, ഗുരുക്കന്മാരിൽ നിന്ന് ലഭ്യമാകട്ടെ. എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്കേവർക്കും നമസ്തേ.